വൈഷ്ണ സുരേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും വാർഡിൽ എവിടുന്ന് പ്രവർത്തനം തുടങ്ങണം എന്നത് ഒരു ബ്ലൂ പ്രിന്റ് എങ്ങനെയാണ്? പ്രവർത്തനമൊക്കെ നമ്മൾ ഓൾറെഡി തുടങ്ങി. റിസൾട്ട് വന്ന അന്ന് മുതൽ നമ്മൾ വാർഡിലുണ്ട്. വാർഡിലുള്ള ആളുകൾക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യുന്നതായിരിക്കും അതിൻ്റെതായിട്ടുള്ള ശരി. അത് നമ്മളവിടെ ചെയ്യും. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥിയായ വൈഷ്ണ എസ് സുരേഷ്. വൈഷ്ണ ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറി. എന്തായാലും ഏറെ പ്രതിസന്ധികൾക്ക് ശേഷമാണ് വൈഷ്ണ വിജയം കരസ്ഥമാക്കിയത്. നിലവിലിപ്പോൾ വൈഷ്ണ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം മറുനാടനോട് പ്രതികരിക്കുകയാണ്. വൈഷ്ണ ഒടുവിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു നിമിഷം പ്രതീക്ഷിച്ചിരുന്നോ ഈ മത്സര സമയം? അല്ല, മത്സര സമയം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കില്ലല്ലോ. പക്ഷെ പിന്നീട് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നമ്മൾ പിന്നെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1.5 മാസക്കാലം നടന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യങ്ങളല്ല. ഇത്തരം കാര്യങ്ങളിലൂടെ ആയിരുന്നു കടന്നു വന്നതും. എന്തായാലും സന്തോഷം, അതിലുപരി അഭിമാനമുണ്ട്. വാർഡിൽ എവിടുന്ന് പ്രവർത്തനം തുടങ്ങണം എന്നത് ഒരു ബ്ലൂ പ്രിന്റ് എങ്ങനെയാണ്? പ്രവർത്തനമൊക്കെ നമ്മൾ ഓൾറെഡി തുടങ്ങി. റിസൾട്ട് വന്ന അന്ന് മുതൽ നമ്മൾ വാർഡിലുണ്ട്. ഇപ്പോൾ ഡെങ്കിപ്പനി വന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സത്യപ്രതിജ്ഞ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ തന്നെ ആളുകളുടെ കൂടെ ഉണ്ട്. എന്തൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരു കോർപ്പറേഷൻ വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മളവിടെ വലിയ കാര്യത്തിലുള്ള വായതോരാതുള്ള വാഗ്ദാനങ്ങളും നൽകിയിട്ട് കാര്യമില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന അവർക്ക് ഗുണങ്ങൾ, അതായത് വാർഡിലുള്ള ആളുകൾക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യുന്നതായിരിക്കും അതിൻ്റെതായിട്ടുള്ള ശരി. അത് നമ്മളവിടെ ചെയ്യും. എന്തായാലും 363 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വൈഷ്ണ എസ് സുരേഷ് മുട്ടട വാർഡിൽ നിന്ന് വിജയിച്ച് കയറിയത്. CPMന്റെ പരാതിയെ തുടർന്ന് വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയത് ഏറെ വിവാദമായിരുന്നു. ഒടുവിൽ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് കോർപ്പറേഷൻ മുട്ടട ഡിവിഷനിൽ വോട്ട് ചെയ്യാനും മത്സരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പച്ചക്കൊടി നാട്ടിയത്. വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് ഇറക്കിയതോടെയാണ് മത്സരിക്കാൻ സാധിച്ചത്. വോട്ടർ പട്ടികയിൽ കള്ളവോട്ട് ചേർത്തു എന്ന CPMന്റെ ആരോപണത്തിലാണ് വൈഷ്ണയുടെ പേര് വെട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങളെല്ലാം തന്നെ അന്ന് നീങ്ങിയത്. എന്തായാലും പേര് വെട്ടുന്ന നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക നടപടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. മുട്ടട വാർഡിൽ വ്യാജ മേൽവിലാസം ഉപയോഗിച്ച് വൈഷ്ണയും കുടുംബാംഗങ്ങളും വോട്ട് ചേർത്തു എന്നായിരുന്നു പരാതി. മുട്ടടയിലെ സ്ഥിര താമസക്കാരിയായ വൈഷ്ണയെ സ്ഥിര താമസക്കാരിയല്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടികയിൽ നിന്ന് കമ്മീഷൻ അന്ന് ഒഴിവാക്കിയിരുന്നത്. പിന്നീട് അതിനെല്ലാം തന്നെ പരിഹാരം കാണുന്നു. വൈഷ്ണ പ്രചരണ രംഗത്ത് സജീവമാകുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വൈഷ്ണ മിന്നുന്ന വിജയം കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ഒടുവിൽ വൈഷ്ണ ഇപ്പോൾ കൗൺസിലറായി സത്യപ്രതിജ്ഞയും ചെയ്തിരിക്കുന്നു. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.